ഏയ്, ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. പോയി കഴിക്ക്. ഇവിടെ ആരും വിശന്നിരിക്കരുതെന്നാണ് വ്യവസ്ഥ. എഴുന്നേക്ക്, കൊട്ടാരത്തിലേക്ക് വരാൻ കൽപ്പനയുണ്ട്. എൻ്റെ പേര് മൻസൂർ. എൻ്റെ പിതാവ് കൽബീസ് നഗരത്തിലെ വലിയൊരു വ്യാപാരിയായിരുന്നു. എൻ്റെ തെറ്റുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ എന്നെ സഹായിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എൻ്റെ ബുദ്ധിമോശം കൊണ്ട് അവളെ എനിക്ക് നഷ്ടമായി. മന്ത്രമണൽ വരുത്തട്ടെ. വേണ്ട, കുറെയൊക്കെ സത്യമാണെന്ന് തോന്നുന്നു. സ്വരം കേട്ടാൽ എന്റെ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകൂ. ഇയാൾക്ക് ആഹാരവും മാറ്റാൻ വസ്ത്രങ്ങളും കൊടുക്കൂ. സത്യം മുഴുവൻ പറയിപ്പിക്കാം. നിങ്ങളിവിടെ എന്തിനു വന്നു? അവളെ വീണ്ടും കണ്ടുമുട്ടുമെന്നൊരു തോന്നൽ. അതുകൊണ്ട് നാടായ നാട് മുഴുവൻ ഞാൻ അലയുന്നു. ആരാണ് അവൾ? എന്നോട് ദയ തോന്നിയ ഒരേ ഒരു മനുഷ്യജീവി. നിങ്ങൾ അന്വേഷിക്കുന്ന പെൺകുട്ടി നിങ്ങളെ മറന്നു വല്ല ധനികന്റെ അന്തപുരത്തിലോ അടിമക്കച്ചവടക്കാരന്റെ താവളത്തിലോ ആണെങ്കിലോ? അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. തെറ്റ്, എന്ത് തെറ്റ്? നേരിട്ട് കണ്ട് മാപ്പ് പറയണം. എന്നെങ്കിലും അതിനൊരു അവസരം കിട്ടണം. അതൊന്നേ ഉള്ളൂ എന്റെ ആഗ്രഹം. ഇപ്പോ മിന്നൽ ജവാന്റെ അടിമ പെണ്ണാണ് അവളെങ്കിലോ? എന്താ ഇവിടെ? നിന്നെ ഞാൻ ആദ്യം തെണ്ടി നടന്നവന്റെ ഒരു കോലം കണ്ടില്ലേ? വന്നതെല്ലാം കഴിക്കുവാ. നമ്മുടെ മന്ത്രി, നീ ആരാണ്? മന്ത്രി എവിടെ?
പ്രഭു, ഞാനാണ് അവിടുത്തെ മന്ത്രി. എന്റെ പേര് ദയ. ഇത് എന്റെ പഴയ യജമാനൻ. ആൺവേഷം കെട്ടി എല്ലാരെയും വഞ്ചിക്കുകയായിരുന്നു അല്ലേ? മാപ്പ് തരണം. എന്നെ പറ്റി ഞാൻ ശരിക്കുള്ള സത്യം മുഴുവൻ പറഞ്ഞില്ല. അത് കളവിനേക്കാൾ ശിക്ഷാർഹമാണ്. സത്യാവസ്ഥ അവിടെ നിന്ന് അറിയുമ്പോ മന്ത്രിയായി ഭരിച്ചതൊരു പെൺകുട്ടിയാണെന്നറിയുമ്പോ രാജസഹസിനും പ്രജകൾക്കും എന്തു തോന്നും? മാപ്പ് തന്ന് ഈ രാത്രി തന്നെ കൊട്ടാരം വിടാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കണം. എല്ലാം മഹാരാജാവിനോട് പറയും. മഹാമനസ്കനായ അദ്ദേഹം എന്ത് ശിക്ഷ വിധിക്കണമെന്ന് പിന്നെ നിശ്ചയിക്കട്ടെ. ഇവള് സഹിച്ച വേദന അറിഞ്ഞ സത്യം പറയാത്തത് കൊണ്ട് എക്കാലവും വേദനയും നാണക്കേടും സഹിക്കേണ്ടി വരുന്ന ഒരു ബാലിക ഇവിടെയുണ്ട് കൊട്ടാരത്തിൽ. എന്റെ മകൾ. മാപ്പ് പ്രഭു, എനിക്ക് മാപ്പ് തരണേ. ഇതാണ് അവരുടെ കഥ. ഭാഗ്യം കെട്ട ആ യുവാവാണ് കളവ് പറഞ്ഞ് എന്നെയും നിങ്ങളെയും വഞ്ചിച്ചുവെങ്കിലും ആ പെൺകുട്ടി എനിക്ക് പ്രിയപ്പെട്ടവളായി തീർന്നു. ദയാ, പീക്കിരി പെണ്ണിനെ പക്ഷേ കുറ്റം കുറ്റമായി തന്നെ കാണണം. നിനക്കെന്ത് പറയാനുണ്ട്? കൊള്ളക്കാരും അടിമക്കച്ചവടക്കാരും വേട്ടയാടുകയായിരുന്നു. ആത്മരക്ഷയ്ക്കായി അങ്ങനൊരു വേഷം കെട്ടി നിങ്ങളുടെ മുമ്പിലും അത് തുടരേണ്ടി വന്നു. എന്നാലും ചെയ്തത് ശരിയായില്ല. കളിപ്പിക്കുക എന്ന് പറഞ്ഞു. മഹാരാജാവിന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞങ്ങളെ പോകാൻ അനുവദിക്കണം. എന്നാലും അവൾക്ക് ആദ്യമേ സത്യം പറഞ്ഞു. മന്ത്രിയുടെ ബുദ്ധിയും ഹൃദയവുമാണ് ഞങ്ങളെ ഭരിച്ചത്. അത് ഞങ്ങൾക്ക് എന്നും ആവശ്യമാണ്. മന്ത്രിയുടെ വേഷമല്ലല്ലോ കാര്യം. ദേ തന്നെ മന്ത്രിയായി തുടരട്ടെ. മന്ത്രിയായി ഭരിക്കുന്നത് രാജാക്കന്മാർക്ക് പകരം റാണിമാർ ഭരിക്കാറില്ലേ? ഈ നാടിന്റെ മന്ത്രിയുടെ ഭരണം തുടങ്ങിയപ്പോൾ ശിക്ഷ
വേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? പൗരമുഖ്യരുടെ ഹിതത്തിന് മുമ്പിൽ ഞാൻ എന്ത് പറയാൻ? ആഗ്രഹം പോലെ നടക്കട്ടെ. ദയ തന്നെ മന്ത്രിയായി തുടരട്ടെ. ഈ നാട് വലിയൊരു ആഘോഷം കണ്ട കാലം മറന്നു. ഇവിടെ മന്ത്രി ദേവിയുടെ വിവാഹമാണ്. കൊടിതോരണങ്ങൾ ഉയരട്ടെ, വാദ്യഘോഷങ്ങൾ തുടങ്ങട്ടെ. വധൂവരന്മാരെ അനുഗ്രഹിക്കാൻ മഹാനായ സുൽത്താനെ കൂടി പ്രത്യേകം ക്ഷണിക്കാൻ ബാഗ്ദാദിലേക്ക് പ്രഭുക്കൾ പുറപ്പെടട്ടെ. നമ്മുടെ ആവശ്യം ജനപ്രതിനിധികളെ കൊണ്ട് പറയിക്കുന്നതിലാണ് രാജതന്ത്രം. എല്ലാം ശുഭം. നമുക്ക് ഒരു വരെ ചതുരംഗം വെച്ചാലോ? ആവാം, പക്ഷേ ഇനി ഞാൻ മനഃപൂർവ്വം തോറ്റു തരില്ല.